ഹലോ ഗൈസ്, എല്ലാവർക്കും മമ്മൂസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാ നമ്മളുടെ വീട്ടിലെ റോസാപ്പൂ കണ്ടില്ലേ. പിന്നെ ഓണത്തെ വരവേൽക്കാൻ നമ്മളുടെ കാശിത്തുമ്പപ്പൂ റെഡിയായിട്ടുണ്ട്. ചിങ്ങം മാസം വന്നു അറിയിക്കാനായി പൂത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് സൺഡേ, നല്ല ഒരു വെയിലുള്ള ദിവസം. ഇന്ന് നല്ല വെയിലാണ്. അപ്പോൾ ഞാനിതാ കുളിയൊക്കെ കഴിഞ്ഞു. സമയം 11:30 ആയി. ഏകദേശം പണിയൊക്കെ ഒരുങ്ങി. അടിക്കൽ, തുടയ്ക്കൽ, പിന്നെ വീട് ക്ലീൻ ചെയ്യൽ, ആകെ ഈ വീക്ക്ലി 1 ഡേ അല്ലേ നമുക്ക് ഒഴിവുള്ളൂ. അപ്പോൾ ആ ഒരു ദിവസം നമ്മളെല്ലാം ചെയ്യും. അതിനുശേഷം കുളിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഫുഡ് ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല. എന്താണെന്നറിയോ, ഇന്ന് ഞാൻ കല്ലേപ്പുള്ളിയിൽ പോവാണ്. അപ്പോൾ കല്ലേപ്പുള്ളി എൻ്റെ വീട്ടിലേക്ക് പോവാണ്. കുട്ടികൾ അവിടെയാണ്. അപ്പോൾ അവരെ ഒന്ന് വിളിച്ചിട്ട് വരണം, കാരണം നാളെ സ്കൂളിൽ പോകണമല്ലോ. അപ്പോൾ ഞാൻ അവിടേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഒന്നും ഉണ്ടാക്കിയില്ല. എനിക്ക് രാവിലെ കഴിക്കാൻ സേമിയ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഉപ്മാവ് ഉണ്ടാക്കി. അപ്പോൾ അത് കുറച്ച് കഴിച്ചു. ബാലൻസ് അതാ അവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് കഴിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഞാനൊരു കാര്യം ചെയ്യാം. ബാക്കി പണികളൊന്നുമില്ല, എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ റെഡിയായിട്ട് നമുക്ക് കാണാം. ഓക്കെ ഗായ്സ്, റെഡിയായിട്ട് വരാം. പിന്നെ ഞാൻ റെഡിയായി പറഞ്ഞാൽ ഒന്നുമില്ല. കുളി കഴിഞ്ഞ് മുടിയൊന്നും ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മുടിയൊന്നും കെട്ടിയില്ല. ജസ്റ്റ് അതിനൊന്ന് വിരുത്തിയിട്ടു. ക്രാബ് കയ്യിൽ വെച്ചിട്ടുണ്ട്, വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീടെത്തുമ്പോഴേക്കും മുടി ഉണങ്ങുമല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ എന്തായാലും ഇറങ്ങിയിട്ട് വീടെത്തിയിട്ട് കാണാം അല്ലേ ഗൈസ്. കുട്ടികളെ വിളിച്ചിട്ട് വരണം. അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീടെത്തട്ടെ. വീട്ടിലേക്ക് പോണ വീഡിയോസൊന്നും ഞാൻ എടുക്കുന്നില്ല. എന്തായാലും വീടെത്തിയിട്ട് കാണാം. ഓക്കെ. അപ്പോൾ വീടെത്തിയപ്പോൾ അമ്മ അടുക്കളയിൽ നല്ല തിരക്കിലാണ്. കുട്ടികൾ ഇവിടെ TV കാണുന്നുണ്ട്. പിന്നെ ചെള്ളിക്കുട്ടിയും ചുക്കൊക്കെ കളിക്കുന്നുണ്ട്. അമ്മ അടുക്കളയിൽ ബീഫ് ബിരിയാണിയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കിലാണ്. അടുപ്പിൽ ബീഫുണ്ട്. ബീഫ് ഇതാ നന്നായി വരട്ടിക്കൊണ്ടിരിക്കുന്നു. ഇത് റൈസിലിടാനുള്ള ബീഫാണ് തോന്നുന്നു. പിന്നെ കുക്കറിൽ വേറെ കറിക്കുള്ള ബീഫാണ്. അപ്പോൾ ബീഫ് കറിയൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് മമ്മി. ഞാൻ വെറുതെ അതിൽ കൂടി നടക്കണം. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്കിനി കഴിക്കുമ്പോൾ കാണാം. എന്തായാലും ഉച്ചയായി ഇപ്പോൾ. അപ്പോൾ അതായി കഴിക്കുമ്പോൾ കാണാം. അപ്പം നമ്മുടെ റൈസും കാര്യങ്ങളൊക്കെ റെഡിയായി. അടിപൊളി സെറ്റായി. നല്ല ബീഫ് ബിരിയാണി സൂപ്പറായി ഉണ്ടായിരുന്നു. NMRനെയൊക്കെ നമുക്ക് പുറത്താക്കണം. അതൊന്നും ബിരിയാണിയേ അല്ല, ഇതാണ് ബിരിയാണി. അടിപൊളിയായിട്ടുണ്ട് ഗായ്സ്, അടിപൊളിയായിട്ടുണ്ട്. ബീഫൊക്കെ സൂപ്പറായിട്ടുണ്ട്. പിന്നെ ഇതിൽ സാലഡിന് കുറവുണ്ട് അല്ലേ. തൈരുണ്ടായിരുന്നില്ല, അത് മാത്രമില്ല. ബാക്കി പിന്നെ ഇത് ഞാൻ കുറച്ച് കഴിച്ചു. അങ്ങനെ നമ്മുടെ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ കുറച്ച് നേരം ഇവിടെ ഇരിക്കും. ഒരു 3:30-4 മണിയാകുമ്പോൾ ഞാൻ വീട്ടിലോട്ട് പോവും കുട്ടികളെയും കൊണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗായ്സ് ഇന്നത്തെ ഒരു വീഡിയോ. പിന്നെ അമ്മ അടുക്കളയിലുണ്ട്. അമ്മ എന്താ ചെയ്യണമെന്നറിയോ, അമ്മ എനിക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ കുറച്ച് റൈസ് ആക്കി തരാം, ഇതിൽ ബീഫാക്കി തരാം എന്നൊക്കെ പറയണം. ഇത് ബാലൻസ് റൈസ് കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ ഇത് നീ വൈകിട്ട് കൊണ്ടുപോയൊക്കെ കുട്ടികൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. ഇതിപ്പോൾ നമ്മുടെ വീട്ടുകളിൽ വന്നു കഴിഞ്ഞാൽ അമ്മമാരിൻ്റെ അച്ഛന്മാരിൻ്റെ ഒരു ഇതാണത്. അപ്പോൾ അവർ കൊണ്ടുപോകും പറഞ്ഞു. അങ്ങനെ ഞാനത് എടുക്കുന്നു ഗൈസ്. പിന്നെ എൻ്റെ ഡാഡി ഇതാ കരാട്ട ക്ലാസ്സിന് പോണവരെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യണം. ബോഡി ബിൽഡർ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ് ഇന്നത്തെ ഒരു വിശേഷം. ഇനിയിപ്പം ഞാൻ നാളെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ ഗൈസ്, ടാറ്റാ.